ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സിംപ്ലി വെൽനെസ്. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറേ കാലമായി ഞാൻ വിചാരിക്കുന്നു. അത് ബാക്ക് പെയിൻ ആഫ്റ്റർ ഡെലിവറി. ഞാൻ ഇപ്പോൾ ഒരു 1 ഇയറായിട്ട് ഒരു പോസ്റ്റ് ഡെലിവറി കഴിഞ്ഞ ഒരാളാണ്. അതായത് എനിക്കൊരു 1 ഇയർ ഓൾഡ് ഒരു ബേബി ഉണ്ട്. അപ്പം ഞാൻ ഫേസ് ചെയ്തൊരു കാര്യമായിരുന്നു ബാക്ക് പെയിൻ ആഫ്റ്റർ ഡെലിവറി. ബിക്കോസ് ഞാനൊരു ക്രോണിക് ബാക്ക് പെയിൻ പേഷ്യൻ്റ് ആയിരുന്നു. ഞാനതൊക്കെ എക്സസൈസ് ചെയ്ത് മാറ്റി പിന്നെ ഞാൻ പ്രഗ്നൻ്റായി ഡെലിവറിയായി. അപ്പോൾ ഞാനതിന് ശേഷം എനിക്ക് ബാക്ക് പെയിൻ വന്നിരുന്നു. അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് ബാക്ക് പെയിൻ ഒരു ഡെലിവറിക്ക് ശേഷം സ്ത്രീകളിൽ എന്തുകൊണ്ടാണ് ബാക്ക് പെയിൻ വരുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ് ഇത്. അതിൻ്റെ കാരണങ്ങൾ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഒരു 100% ഒരു 80% സ്ത്രീകൾ ഈ പറയുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ്. അതായത് ബാക്ക് പെയിനും ഇഷ്യൂ ആയിട്ട് അവർ ഫേസ് ചെയ്യുന്നതാണ് ഡെയിലി ലൈഫിൽ. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്ക് പെയിന് ഒരുപാട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് വേദന നമുക്ക് കുറക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഡെലിവറിയിൽ വരുമ്പം സ്ത്രീകളുടെ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ച് വരുന്നത് കൊണ്ടാണ് നമുക്ക് ബാക്ക് പെയിൻ ഇഷ്യൂസ് വരുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് റീസൺസ്, നമ്മുടെ ബാക്ക് പെയിൻ വരാനുള്ള റീസൺസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് ബാക്ക് പെയിൻ വരാനുള്ള ഫസ്റ്റത്തെ റീസണാണ് ഹോർമോണൽ ചേഞ്ച്. നമുക്കറിയാം, നമ്മുടെ പ്രഗ്നൻസിയിൽ നമുക്ക് എല്ലാ ഹോർമോൺസും നമുക്ക് ചേഞ്ച് ആവും. നമ്മുടെ നോർമൽ ബോഡിയിലുള്ളതിനേക്കാളും ചേഞ്ചായി വരും. അതായത് നമ്മുടെ സ്ത്രീകളുടെ ബോഡിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഹോർമോൺസ് മെയിനായിട്ട് ഒന്ന് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ആൻഡ് റിലാക്സിൻ. ഇതാണ് മെയിനായിട്ട് കാണുന്നത്. വേറെ കുറേ ഹോർമോൺസുകളുണ്ട്. ബട്ട് നമ്മുടെ പ്രഗ്നൻസിയിൽ ഏറ്റവും ഹൈ ആവുന്നതും ഹൈ ആയിട്ട് ഒരു 10 months വരെയും നിൽക്കുന്നത് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോണും റിലാക്സിനുമാണ്. റിലാക്സിൻ ഹോർമോണാണ് നമ്മൾ ഡെലിവറി സമയത്ത് നമ്മുടെ മസിൽസിനെ റിലാക്സ് ചെയ്ത് കുട്ടി താഴേക്ക് വരാനൊക്കെ ഇതാക്കുന്നത്. അപ്പം ഈ ചേഞ്ചസ്, ഹോർമോണിലുള്ള ചേഞ്ചസ് നമ്മുടെ ബോൺ ഡെൻസിറ്റിയെ കുറക്കുകയും മസിൽസിനെ വീക്കൻ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അതാണ് നോർമലായിട്ട് നമുക്ക് ബാക്ക് പെയിൻ ആയിട്ട് അതിന് ശേഷം തോന്നുന്നത്. ഈ റിലാക്സിൻ എന്ന ഹോർമോൺ ആഫ്റ്റർ ഡെലിവറി ഒരു 2 to 4 weeks വരെ നമ്മുടെ ബോഡിയിൽ ഹൈ ആയി തന്നെ ഇരിക്കുമെന്നാണ് റിസർച്ച് പറയുന്നത്. അപ്പോൾ നമ്മുടെ മസിൽസിനൊക്കെ ഇത് വീക്കൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു വീക്കായിട്ടാണ് ഉണ്ടാവുക. സെക്കൻഡ് ചേഞ്ചാണ് മസ്കുലോ സ്കെലിറ്റൽ ചേഞ്ച് എന്ന് പറയും. അതായത് നമ്മുടെ മസിൽസിലും സ്കെലിറ്റൽ സിസ്റ്റത്തിലും വരുന്ന ചേഞ്ചസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണുന്ന പോലെ ഒരു നോർമൽ ഹ്യൂമൻ ബോഡി, അതായത് ഒരു പ്രഗ്നൻസിക്ക് മുന്നേ ഉള്ളൊരു ഹ്യൂമൻ ബോഡിയും ലേറ്റർ, അതായത് നമുക്ക് ഡെലിവറി ആവാൻ പോകുന്നൊരു സ്ത്രീയുടെ ശരീരവും നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഹൗ മച്ച് ഇറ്റ് ചേഞ്ച്ഡ്. അതായത് നമ്മുടെ സ്ട്രക്ചറിനെ തന്നെ നമ്മുടെ ഡെലിവറി ചേഞ്ച് ചെയ്യും. അൺടിൽ ആൻഡ് അൺലെസ് നമ്മൾ പോസ്ചറൊക്കെ കറക്റ്റ് ചെയ്താലും എന്നാൽ കൂടി വേർട്ടിബ്രയിലൊക്കെ കാര്യമായ മാറ്റം ഉണ്ടാവും. അതായത് ഫീറ്റസ് വളരും തോറും നമ്മുടെ വേർട്ടിബ്രയെ അത് പുഷ് ചെയ്തിട്ട് നമുക്ക് അതിനുള്ളൊരു ഭയങ്കര ചേഞ്ചാണ് വരുന്നത്. അപ്പോൾ അതും നടുവേദനയ്ക്ക് ഒരു ഭയങ്കരമായ കാരണമായി മാറുന്നത്. അതായത് നമ്മൾ ഇപ്പം ഒരു ഏർലി പ്രഗ്നൻസിയിലുള്ള ബോഡിയല്ല ഒരിക്കലും ലേറ്റ് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്നത്. നമ്മുടെ വയറൊക്കെ വലുതാകും തോറും നമ്മുടെ വേർട്ടിബ്രേനെ നമ്മുടെ ബേബി പുഷ് ചെയ്ത് അത് നമ്മുടെ പോസ്ചറിനെ ബാധിക്കുകയും നമ്മൾ നോവൽ നിങ്ങൾക്ക് കാണാം, ഗർഭിണികൾ നടക്കുന്നത് ഒരു വേറെ തന്നെ ഒരു സ്റ്റൈലാവും ലാസ്റ്റ് പ്രഗ്നൻസിയിലോട്ടേക്ക് വരുമ്പോൾ. അത് നമുക്ക് കൂടുതൽ ബേബിയുടെ വെയിറ്റും അതൊക്കെ കൊണ്ടാവും. അപ്പോൾ നമ്മുടെ പോസ്ചർ മാറി അത് ബാക്ക് പെയിനിലേക്ക് ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് തേർഡ് ഇതാണ് ഫിസിക്കൽ സ്ട്രെയിൻ. ഫിസിക്കൽ സ്ട്രെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പോസ്റ്റ് ഡെലിവറിക്ക് ശേഷം നമ്മൾ കുട്ടികളെ എടുക്കുമ്പോഴും, അതായത് അത് ബേബി സ്റ്റേജ് ആയിക്കോട്ടെ, ടോഡ്ലർ സ്റ്റേജ് ആയിക്കോട്ടെ, ഇൻഫൻറ്റ് സ്റ്റേജ് ആയിക്കോട്ടെ, നമ്മൾ എടുക്കുന്നതിലുള്ള മിസ്റ്റേക്ക് കാരണമാണ്
നമുക്ക് നടുവേദന വരുന്നത്. അതാണ് ഈ ഫിസിക്കൽ സ്ട്രെയിനിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യമായി അമ്മയാവുന്ന സ്ത്രീകളിൽ പലപ്പോഴും ബ്രസ്റ്റ് ഫീഡിങ് അതൊരു കടമ്പ തന്നെയാണ്. കാരണം നമുക്ക് അറിയില്ല എങ്ങനെയാണ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ കറക്റ്റ് പോസ്ചർ ഇല്ലാതെ ബ്രസ്റ്റ് ഫീഡ് ചെയ്താൽ നമുക്ക് പുറം വേദന എടുക്കും, ബാക്ക് പെയിൻ എടുക്കും, ഷോൾഡർ പെയിൻ എടുക്കും. അതുപോലെ തന്നെ ഇൻഫൻറ്റ് അല്ലെങ്കിൽ ടോഡ്ലർ സ്റ്റേജ്, ഈ എഴയുന്നൊക്കെ പ്രായത്തിൽ നമ്മൾ കുനിഞ്ഞ് കുട്ടികളെടുക്കുന്ന സമയത്ത് നമുക്ക് നടുവിന് പെയിൻ വരാം. എപ്പോഴും നമ്മൾ ഇരുന്ന് കുട്ടികളെ എടുക്കാൻ ശ്രമിക്കുക. ഞാൻ ലേറ്റർ എന്തൊക്കെ നമുക്ക് കാര്യങ്ങളിൽ ചേഞ്ച് വരുത്താം ഈ വേദനകളിൽ നിന്ന് മാറാനുള്ളതും കൂടി ഞാൻ പറയാം. നമ്മളിപ്പം ഇത് ടോഡ്ലർ അല്ലെങ്കിൽ ഇൻഫൻറ്റ് സ്റ്റേജിൽ നിന്ന് ടോഡ്ലർ സ്റ്റേജ് ആകുന്ന സമയത്ത് സ്ത്രീകൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ചെരിഞ്ഞുകൊണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതും വെർട്ടിബ്രയ്ക്ക് ഭയങ്കര സ്ട്രെയിനാണ് കൊടുക്കുന്നത്. അപ്പോൾ അതും ഒരു ബാക്ക് പെയിൻ ഇഷ്യൂവിലേക്ക് നമ്മളെ ലീഡ് ചെയ്യാം. നമുക്ക് ആദ്യമൊന്നും വലിയ വേദനയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പയ്യെ കുട്ടി വെയിറ്റ് കൂടുമ്പോഴൊക്കെയാണ് നമുക്ക് അത് പെയിനായിട്ട് മാറുന്നത്. സോ ലാസ്റ്റ് ആയിട്ട് ഉള്ളതാണ് ലേബർ സ്ട്രെയിൻ. അതായത് നമ്മൾ ലേബറിൻ്റെ സമയത്ത് നമ്മുടെ ബോഡി കൂടുതൽ സ്ട്രെയിൻ എടുത്ത്, അതായത് എസ്പെഷ്യലി നമ്മുടെ ബാക്ക് ബോണിനും ഒക്കെ ഇഷ്യൂസ് വരും. അതായത് ബാക്ക് ബോണിനൊക്കെ ഭയങ്കരമായ സ്ട്രെയിൻ വരുമ്പോഴാണ് പിന്നെ ലേറ്റർ ഓൺ നമുക്ക് ഡെലിവറിക്ക് ശേഷം ഒരു പെർസിസ്റ്റൻറ്റ് ബാക്ക് പെയിൻ ആയത് മാറുന്നത്. പക്ഷെ അത് വളരെ റെയറായ കേസിൽ അങ്ങനെ പെർസിസ്റ്റൻറ്റ് ബാക്ക് പെയിനിലോട്ട് പോകാറുള്ളൂ. ഒരുപാട് നേരം ലേബറിൽ നിൽക്കുക അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ബാക്ക് പെയിനായിട്ടത്, അതായത് ബാക്ക് ബോണിനൊക്കെ ഒരുപാട് സ്ട്രെയിൻ കൊടുത്തിട്ട്. ഇപ്പം പിന്നെ നമ്മുടെ അതായത് ചൈൽഡ് ബർത്തിൻ്റെ സമയത്ത് നമ്മുടെ ടെയിൽ ബോൺ ഇഞ്ചേർഡ് ആവുക, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസാണ് ലേറ്റർ ഓൺ ഒരു പെർസിസ്റ്റൻറ്റ് ബാക്ക് പെയിനിലോട്ട് ഷിഫ്റ്റ് ആവുന്നത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ബാക്ക് പെയിൻ, ഡെലിവറിക്ക് ശേഷമുള്ള ബാക്ക് പെയിനിന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നാമത്തേതായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുക. കാരണം നമ്മളൊരു ഡെലിവറിക്ക് ശേഷം നമ്മുടെ മസിൽസ് ഒക്കെ വീക്കായി കിടക്കുകയാണ്, നമ്മുടെ ബോൺ ഡെൻസിറ്റി കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് വൺ എക്സസൈസ് ചെയ്യുക, നമ്മുടെ ബാക്ക് മസിൽസിനൊക്കെ സ്ട്രോങ് ആക്കുക. വീക്കെൻഡ് മസിൽസ് സ്ട്രോങ് ആകുന്ന സമയത്ത് നമുക്ക് ബാക്ക് പെയിൻ ഒരുപാട് കുറക്കാൻ പറ്റും. പിന്നെ സെക്കൻഡ്, നമുക്ക് നല്ല വൈറ്റമിൻ ഡി അല്ലെങ്കിൽ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് കഴിക്കുക. കാരണം കുട്ടി പാല് കുടിക്കുന്ന സമയത്ത് നമ്മുടെ ബോണിലുള്ള കാൽഷ്യമൊക്കെ യൂസ് ചെയ്യും ബോഡി. അപ്പം നമ്മൾ ഭയങ്കരമായ കാൽഷ്യമായിട്ട് കുറയും നമ്മുടെ ബോഡിയിൽ. അപ്പോൾ നമ്മളെപ്പോഴും ഒരു കാൽഷ്യം സപ്ലിമെൻറ്റ് നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് എടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ നാട്ടിൽ ഇത് ഡോക്ടേഴ്സ് എനിക്കറിയില്ല, പ്രിഫർ ചെയ്യുന്നില്ല തീരെ. ഞാൻ പുറത്താണ്. അപ്പോൾ എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞത് ബ്രസ്റ്റ് ഫീഡിങ് എപ്പോഴാണോ നിർത്തുന്നത് അതുവരെ നിങ്ങൾ കാൽഷ്യം സപ്ലിമെൻറ്റ് എടുക്കണം എന്നുള്ളതാണ്. അപ്പം ഞാൻ ഒരു കാൽഷ്യം സപ്ലിമെൻറ്റ് സ്ഥിരമായി എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒന്ന് എക്സസൈസാണ്. രണ്ട്, എപ്പോഴും സേഫ് ലിഫ്റ്റിംഗ്, അതായത് നിങ്ങളുടെ കുട്ടികളായാലും നിങ്ങളുടെ ഒരു ഹെവി ഒബ്ജക്ട്സും എപ്പോഴും കറക്റ്റ് പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് മാത്രം ലിഫ്റ്റ് ചെയ്യുക. കാരണം ഒരു ചെറിയ ഒരു പെൻസിൽ എടുത്ത്, അതായത് നിങ്ങളുടെ റൈറ്റ് പോസ്ചർ അല്ലെങ്കിൽ നിങ്ങൾക്ക് നടുവേദന എന്തായാലും വരും. അപ്പം നിങ്ങൾ ഒരു 10 kg 11 kg ഉള്ളൊരു ബേബിനെ എടുക്കുമ്പോൾ നിങ്ങളുടെ പോസ്ചർ ശരിയില്ലെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ബാക്ക് പെയിൻ വരും. നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സേഫ്റ്റി മെഷേഴ്സ്, അതായത് ബാക്ക് പെയിൻ വന്നു നമുക്ക് എന്തൊക്കെ ചെയ്യാം ബാക്ക് പെയിൻ ഒഴിവാക്കാൻ. അതായത് ഹീറ്റ് പാഡ് അല്ലെങ്കിൽ കൂളിംഗ് പാഡ് വെച്ച് നോക്കാം. അതിനെ കൊണ്ട് നമുക്ക് നല്ല ആശ്വാസം ലഭിക്കും. ഞാനൊരു സെക്ഷൻ കഴിഞ്ഞ ഒരമ്മയാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് ഒരു ആശ്വാസമായൊരു കാര്യമായിരുന്നു. നടുവേദന ഒരുപാട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ ഫീഡിങ്ങിൻ്റെ പോസ്ചർ ശരിയല്ലാത്തത് കൊണ്ട് എനിക്ക് പുറം വേദനയും ഉണ്ടായിരുന്നു. അപ്പോൾ ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. അപ്പോൾ ഒരു ഹീറ്റിംഗ് പാഡ് ഇൻഫ്ലമേഷനെ കുറക്കാനും നിങ്ങൾക്ക് വേദന കുറച്ച് കുറയാനൊക്കെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ നാട്ടിൽ നെക്സ്റ്റ് നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ളത് ബെല്ലി ബൈൻഡറാണ്. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ പ്രസവിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഒരു വലിയ കോട്ടൺ സാരിയോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ മുറിച്ചിട്ട് നമ്മുടെ വയറ് നന്നായി കെട്ടുന്നൊരു ഇതുണ്ട്, ഒരു രീതി നമ്മൾ കാണാറുണ്ട്. അത് നമ്മളെല്ലാവരും പറയും വയറ് ചാടാതിരിക്കാനാണ് കിട്ടുന്നതെന്ന്. പക്ഷെ അതിനൊരു ഒരു ബെനഫിറ്റ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക് മസിൽസിനെ ഹെൽപ്പ് ചെയ്യാനുള്ളതായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ
കോട്ടൺ വെച്ച് ടൈറ്റ് മുറുക്കി കിട്ടിയത് കൊണ്ട് നമുക്കതിനൊരു സപ്പോർട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇതിന് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീസ് ബെൽറ്റ് കിട്ടാനുണ്ട്, ബെല്ലി ബൈൻഡർ കിട്ടാനുണ്ട്. അത് പ്രോപ്പർ നമുക്ക് ടൈറ്റായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിക്കർ ടൈപ്പിലുള്ള ബെല്ലി ബൈൻഡർ. ഞാനത് പേഴ്സണലി യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഹെൽപ്പും ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ബാക്ക് മസിൽസിനെല്ലാം സ്റ്റേണായിട്ട് കീപ്പ് ചെയ്ത് അധികം സ്ട്രെയിൻ കൊടുക്കാതെയാണ്. അതായത് നമ്മൾ പ്രസവിച്ചപ്പോൾ നമ്മുടെ ബോഡിയൊക്കെ ഭയങ്കര വീക്കായിരിക്കും. അപ്പോൾ നമ്മുടെ ബാക്കിന് അധികം സ്ട്രെയിൻ കൊടുക്കാതിരിക്കാൻ നിങ്ങളെ ബെല്ലി ബൈൻഡർ ഹെൽപ്പ് ചെയ്യും. അപ്പം നല്ലൊരു ബെല്ലി ബൈൻഡറിന് നിങ്ങൾ പ്രസവിക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ആൾക്കാരാണെങ്കിൽ നല്ലൊരു ബെല്ലി ബൈൻഡറിന് വേണ്ടി പൈസ ചിലവാക്കുക. ഒരു 10-20 ദിവസം പ്രസവിച്ചതിന് ശേഷം യൂസ് ചെയ്യും. ഞാനൊരു സെക്ഷൻ മോമാണ്. ഞാൻ ഫസ്റ്റ് ഒരു 7 days യൂസ് ചെയ്തില്ല, കാരണം സ്റ്റിച്ചൊക്കെ ഉണങ്ങിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാമെന്ന് എൻ്റെ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പം ഇത് ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനിയും ഇങ്ങനത്തെ പോലത്തെ വീഡിയോസ് കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.